അർഹതയുള്ളവൻ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന കാലത്തോളം തല ഉയർത്തി പിടിച്ചു തന്നെ നിൽക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് എഫ്സിയിലേക്ക് വിട്ട മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷ്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിലും മാരക പ്രകടനം തന്നെയാണ് നിഹാൽ സുധീഷ് കാഴ്ചവെച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ഗോൾ അടിക്കുകയും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്നതിന് മുഖ്യ കാരണക്കാരനാവുകയും ചെയ്തതെല്ലാം ഈ നിഹാൽ സുധീഷ് എന്ന മലയാളി താരമാണ്. നിഹാൽ സുധീഷിനെ കുറിച്ച് പഞ്ചാബ് എഫ്സിയുടെ പരിശീലകൻ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുക എന്താണെന്ന് വെച്ചാൽ, നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ്സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ വരുമ്പോൾ എൻ്റെ പദ്ധതികളിൽ അവന് യാതൊരു വിധത്തിലുള്ള സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഒരു ബാക്കപ്പ് പ്ലെയർ എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലും നിഹാൽ സുധീഷ് എന്ന താരത്തിനെ ഞാൻ പരിഗണിച്ചിരുന്നില്ല. പക്ഷേ അവൻ്റെ അച്ചടക്കത്തോടു കൂടിയുള്ള കഠിനാധ്വാനം എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. അവൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന, സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു താരം തന്നെയാണ്. അത്തരത്തിൽ ഒരു താരം അവസരം കിട്ടാതെ ഇരിക്കുക എന്നത് ക്രൂരമാണ്. അങ്ങനെ ഒരു താരം സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന, അച്ചടക്കത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്നവന് അവസരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അവസരം കിട്ടിയാൽ താൻ മികച്ചവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിഹാൽ സുധീഷിന് അവസരം നൽകിയത്. കിട്ടിയ അവസരത്തിൽ അവൻ തെളിയിച്ചിരിക്കുന്നു താൻ ആരാണെന്നും തൻ്റെ റേഞ്ച് എന്താണെന്നും. അങ്ങനെ പഞ്ചാബ് എഫ്സിയുടെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിട്ട് നിഹാൽ സുധീഷ് മാറിക്കഴിഞ്ഞു. പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ നമ്മുടെ പയ്യനെ നവറം മഹസിംഗറിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് വിട്ടിരുന്നു. ഇപ്പൊ താണ്ടെ അങ്ങനെ പല താരങ്ങളെയും പലയിടത്തും വിട്ടിട്ട് തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിഹാൽ സുധീഷിന്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.